Kapsul Puttankuttikupayam, associated by Oxygen. കിൻസോടെക് ആൻഡ് ആധ ഗോൾഡ് ആൻഡ് ഡയമണ്ട്. അടുത്തതായിട്ട് മെഡ്ലി റൗണ്ടിലേക്കാണ് പോകുന്നത്. പാടുവാനായിട്ട് വേദിയിലേക്ക് ക്ഷണിക്കുന്നത് നമ്മുടെ സ്വന്തം അസ്ലഹിനെ ഒരു നല്ല കൈഡിയോട് കൂടി തന്നെ ഈ ഒരു വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. പുത്തൻ കുട്ടിക്കുപ്പായത്തിൻ്റെ ക്വാർട്ടർ ഫിനാലെ മത്സരങ്ങളാണ് ഇവിടെ നടക്കുന്നത്. ഓരോ പ്രിയപ്പെട്ട കലാകാരന്മാരെയും നിറഞ്ഞ മനസ്സോടുകൂടി തന്നെ ഈ ഒരു വേദിയിലേക്ക് ക്ഷണിച്ചുകൊണ്ട് ഇവിടെ പെർഫോമൻസുകളാണ്. അസ്ലഹിനെ കയ്യടികൾ വേണം, നല്ല കയ്യടിയോട് കൂടി തന്നെ സ്നേഹപൂർവ്വം ഈ ഒരു വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. ഹലോ, ഹായ്. ആരുടെ പാട്ടാണ്, ഏത് പാട്ടാണ് പാടുന്നത്? ദാസേട്ടൻ്റെ പാട്ടാണ്. അത് പറയേണ്ട ആവശ്യമില്ല. ദാസേട്ടൻ്റെ പാട്ട് എന്നൊക്കെ പറയുമ്പോൾ ഒന്നും പറയാനില്ല, എങ്കിലും മാഷ് എന്താണ് പറയാൻ? മലയാളിയെ സംബന്ധിച്ചിടത്തോളം ദാസേട്ടൻ എന്ന് പറഞ്ഞാൽ അങ്ങനെയുള്ള ഒരു ശബ്ദത്തിനുടമയാണല്ലോ. മലയാളിയുടെ സ്വന്തമായ അഹങ്കാരം എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. 1980കളിൽ ദാസേട്ടൻ സിനിമക്കപ്പുറത്തേക്ക് മാപ്പിളപ്പാട്ട് പാടി തുടങ്ങിയപ്പോഴാണ് മാപ്പിളപ്പാട്ടിന് വേറെ ഒരു മുഖമുണ്ടായത്. മാപ്പിളപ്പാട്ടിന് ഓരോ കാലഘട്ടത്തിൽ അങ്ങനെയുണ്ട്. കായലരികത്ത് വന്നപ്പോൾ ഉണ്ടായ ഒരു മുഖം കുറച്ചുകൂടി ജനകീയമായി. ദാസേട്ടനെ പോലെയുള്ള പിന്നണി ഗാനരംഗത്ത് പാടുന്നവർ പാടിയപ്പോൾ ഇത് കുറച്ചുകൂടി ഫഹദത്തിലെ അരിഫ് അലിഫലാം പോലെയുള്ള പാട്ടുകൾ, ഹക്കാന കോനമ്പളാൽ പോലെ വൈദ്യരുടെ പാട്ടുകളൊക്കെ ദാസേട്ടൻ പാടിയപ്പോൾ അത് കുറച്ചുകൂടി ജനകീയമായി. അതേ തുടർന്ന് എത്ര പാട്ടുകളാണ് ദാസേട്ടൻ നമുക്ക് സമ്മാനിച്ചത്. ഇപ്പോൾ ബാപ്പു വെള്ളിപ്പറമ്പ് എഴുതിയ കരയാനും പറയാനും, കണ്ണീരിൽ മുങ്ങി, മൗത്തും ഹയാത്തും, OM മാഷിൻ്റെ താഹ റസൂലുള്ളാഹി, അങ്ങനെ എത്രയോ പാട്ടുകൾ ദാസേട്ടൻ്റെതായി നമ്മൾ മാപ്പിളപ്പാട്ട് പ്രസ്ഥാനത്തിന് തന്നിട്ടുണ്ട്. അതുകൊണ്ട് ഇത് പാട്ടുകൾ സെലക്ട് ചെയ്യാൻ വളരെ എളുപ്പമാണ്, പാടാനാണ് ബുദ്ധിമുട്ട്. അപ്പോൾ എത്രയോ പാട്ടുകളുണ്ട്, അത് പാടാനാണ് ബുദ്ധിമുട്ട്. അസ്ലഹ് നന്നായിട്ട് പാടുന്ന ആളാണ്, അത് മാനേജ് ചെയ്യും, നമുക്കറിയാം. അപ്പോൾ തീർച്ചയായിട്ടും ആശംസകൾ നേരുകയാണ്. പാട്ടിലേക്ക് പോകാം. എല്ലാവരും ശ്രദ്ധ ഇവിടേക്ക് വേണം. ശ്രദ്ധ മാത്രമല്ല, നല്ലൊരു കൈയടിയോട് കൂടി തന്നെ അസ്ലഹിൻ്റെ പാട്ടിലേക്ക്. സുബ്ഹാൻ
ഹക്കിൻ്റെ ഹക്കേ നീ നേർവഴി കാട്ട്, ദുഃഖത്തിൻ കാർമുകിൻ മാലകൾ മാറ്റ്. താക്കത്തും നിന്റെ തൊരീക്കത്തും ഏറ്റ് തെക്കുവയിൽ നിൽക്കും ഞങ്ങളിൽ ശോകൊളി നീട്ട്. മന്നവനെ ഗുണം തന്നിടുന്നോനെ മലിക്കു ജബാറല്ലാഹു നീ, അഖില ചരാചര പാലകനി അകമറിയുമ്പോഴല്ലാഹു നീ, അൽഹംദുലിയ നായകനി അകമറിയുമ്പോഴല്ലാഹു നീ, അഖില ചരാചര പാലകനി അകമറിയുമ്പോഴല്ലാഹു നീ, അൽഹംദുലിയ നായകനി അകമറിയുമ്പോഴല്ലാഹു നീ. കരിവണ്ടി നിറമൊത്ത മുടി വടിവാലും കവിതട മലരുടെ പുതുയിതടാലും കമറോടി മയങ്ങുന്ന ഭോഗ തെളിവാലും സ്വർണ ചുണ്ടനീ പൊൻ തിരിത്ത് കാട്ടും സൂറുമക്കൺകളാശിര ഉയർത്തി കാട്ടും സൂരലോകമാണി ഹൂറുൽ ഇസാനികളെ സുഖം നൽകാൻ പുരുഷർക്കുള്ളാകലികളെ. സംഗൃതമോടെ തിരു സ്വർഗതകർക്കെ കഞ്ചത്തെ സുന്ദരഹൂർണിസ ചിത്തിര പൊത്തൊരു കച്ചത്തെ വിൺകതിരോനോ വിൺ പഴങ്കതിരോ നിൻ മുഞ്ചത്തെ വിണ്ടിടൽ മൂടി വര സംഗതി കൊണ്ട് തഞ്ചത്തെ ഉണ്ടുന്നേ മുടി വണ്ടിറവത്ത കറുപ്പ പെരുപ്പം പിന്നുന്നേ ഉടൻ ചിത്ത കുടിത്തത് കെട്ടായി ചിട്ടാൽ പിന്നുന്നേ മടപേടുൾ മടം പടി വരെ സുത്ത കമരിൽ വടപൊത്ത മീകാനുസരം വട്ടത്തിൽ ഭദ്രമട്ടത്തിന് മുഖതകതകചം തങ്കത്തതിങ്കീട കൃതി കീടം സംസരിതം തകതിമി താളം കൃതം ചുഞ്ചുമൃതം സ്വർഗ തലമിലെ പല തുണി കളിച്ചിരി കുളലികൾ സംഗൃത ആ സംഗൃത സംഗൃത പമകരി തങ്കത്തിന്ത തതികിട തിങ്കൃത തിമികിട മേളം തക സംസരി സരി ഗമ തക്കിട ചത്ത തിന്നിങ്കിട തിന്തിമി താളം കൃത താളം. അകപ്പതില്ലാതം നബിനല്ല പടച്ചാനേ നാരീ ഹൗവ ബീവി രണ്ടാളും ഒരുമിച്ചാനേ ഏകപ്പഴം തിന്നരുതെന്നിറയോനറിയിച്ചാനേ എന്നെ പിറകെമൽ ഓനവിടന്ന് ചതിച്ചാനേ വന്നിട്ട് നിന്നിട്ട് എന്താണിപ്പഴം നിങ്ങൾ എറുത്തു തിന്നാത്ത് ജന്നാത്ത് തന്നിലുള്ള കാനിയൊക്കെ ഈലും മിക ജാതിയാണിത് നാദരയുമയാതൊരാൾ മടിക്കാതെ എന്നുമ പാടി അമ്മുശീലവരാടി ചെന്ന് പഴം പറിച്ചോടി വന്നു മുറിച്ചത് കോടി ഇന്നവർ തങ്ങളെ ചങ്കിരടങ്ങി മംഗളങ്കി വിളങ്കി വിശുങ്കി ആകെ ചുറ്റിലകത്തിന് ബത്തനകത്തിന് കത്തനമൈത്തിരു പിത്തര് പത്തിരു മുത്തിന് ബീഗുള്ള ജന്മദിനൂറ് മുഹമ്മദരാകിയ ആദം മക്കളിലൊക്കെ കക്കരി തക്ക വിളക്കുളി മുക്കിയ മക്കനെ കർക്കതി ചിക്ക ഹബീബുള്ള ആകെ ചുറ്റിലകത്തിന് ബത്തനകത്തിന് കത്തനമൈത്തിരു പിത്തര് പത്തിരു മുത്തിന് ബീഗുള്ള ജന്മദിനൂറ് മുഹമ്മദരാകിയ ആദം മക്കളിലൊക്കെ കക്കരി തക്ക വിളക്കുളി മുക്കിയ മക്കനെ കർക്കതി ചിക്ക ഹബീബുള്ള. താങ്ക് യു. താങ്ക് യു സോ മച്ച്. പൊളിച്ചു. പ്രത്യേകിച്ചും ഈ ഒരു പാട്ടിൻ്റെ പ്രത്യേകത നമുക്കറിയാം അല്ലേ, വാക്കുകൾ കൊണ്ട് അമ്മാനമാടുന്ന ഒരു പാട്ട്, ഒരു സോങ് ആണ്. താങ്ക് യു സോ മച്ച്. ഇഷ്ടമായില്ലേ? ഹാപ്പി അല്ലേ? താങ്ക് യു സോ മച്ച്. പ്ലീസ് അടുത്ത
പാട്ടിലേക്ക് പോവുകയാണ്. ഒരു ഡ്യുവറ്റാണ്. സ്നേഹപൂർവ്വം തന്നെ റഹാന മുത്തു ആൻഡ് ഹിഷാം രണ്ടുപേരെയും സ്നേഹപൂർവ്വം തന്നെ ഒരു വലിയ കൈയടിയോട് കൂടി തന്നെ ഈ ഒരു വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. പുത്തൻ കുട്ടിക്കുപ്പായത്തിൻ്റെ അടുത്ത 2 കണ്ടസ്റ്റൻസ് ആണ് സ്റ്റേജിലേക്ക് വരുന്നത്. ഹലോ. നല്ല കോൺഫിഡൻസ്, നല്ല തയ്യാറെടുപ്പ് തീർച്ചയായിട്ടും ഇവിടെ ആ ചിരികളിൽ ഇത് രണ്ടുമുണ്ട്. അപ്പോൾ 2 പേർക്കും നല്ലൊരു കൈഡിയോട് കൂടിയുള്ള ആശംസകൾ 2 പേർക്കും അറിയിച്ചുകൊണ്ട് ഇവരുടെ പാട്ടിലേക്ക്. പാടാം ഞാൻ തേനേ തേൻകനിയേ തേടി വരും ഞാൻ മുത്തേ മുന്താസേ മുഹബത്തിൻ മുല്ലയായി മനസ്സിൽ നീ പടരുമ്പോൾ മുന്തിരി വള്ളിയായി ഞാൻ നിന്മാറിൽ ചേർന്നിടാം പാതിര മുല്ലകൾ പൂക്കും യമുനാറിൻ തീരത്ത് ഇശലൊന്ന് മൂളിടാൻ കൂടെ നീ പോരാമോ പാടാം ഞാൻ തേനേ തേൻകനിയേ തേടി വരും ഞാൻ മുത്തേ മുന്താസേ
താങ്ക് യു സോ മച്ച്. ഇഷ്ടമായില്ലേ പാട്ട് പാടിയത്? ആണ്. അപ്പം നല്ലൊരു കൈയടി പോരട്ടെ. നല്ലൊരു കൈയടി രണ്ടു പേർക്കും നൽകിയാണ്. അപ്പം എന്തായാലും റിസൾട്ട് വേണ്ടിയിട്ടുള്ള കാത്തിരിപ്പൊക്കെ ആവാം. താങ്ക് യു സോ മച്ച്. പ്ലീസ്. നമുക്കെല്ലാവർക്കും അറിയാം, മാപ്പിളപ്പാട്ടിൻ്റെ ഒരു മേഖല എടുത്തു കഴിഞ്ഞാൽ എന്നും നമുക്ക് മുന്നിൽ നിൽക്കുന്ന അല്ലെങ്കിൽ മനസ്സിൽ വരുന്ന കുറച്ചേറെ പാട്ടുകാരുണ്ട്. എന്നും എപ്പോഴും നമുക്കെല്ലാവർക്കും പ്രിയമുള്ള രണ്ട് പേരെ ഒരിക്കൽ കൂടി സ്നേഹപൂർവ്വം ഈ ഒരു വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. നമ്മുടെ സ്വന്തം ഫാസില മാനു അൻഷാജ ഒരു ഗംഭീരമായിട്ടുള്ള കയ്യടികൾ നൽകിക്കൊണ്ട് തന്നെ പുത്തൻ കുട്ടിക്കുപ്പായത്തിൻ്റെ ഈ ഒരു വേദിയിലേക്ക് സ്നേഹപൂർവ്വം തന്നെ ക്ഷണിക്കുകയാണ്. തീർച്ചയായിട്ടും ഈ ഒരു വേദിക്ക് കാണുമ്പോൾ എനിക്കൊന്ന് ഫാസിലയ്ക്കൊക്കെ ഓർമ്മ വരും അല്ലേ? പഴയ എത്രയോ നാളുകളായിട്ട് നമുക്ക് റിയാലിറ്റി ഷോകളുടെ മടുത്തടുത്ത് നിന്ന് ലഭിച്ച കുറേ കലാകാരന്മാരിൽ ഒരാളാണ് അത് ഈ നിൽക്കുന്നത്. അപ്പോൾ ഇനി ഇവരുടെ പാട്ടുകളിലേക്കാണ് പോകുന്നത്. അപ്പോൾ സ്നേഹമുള്ള കയ്യടികൾ വളരെ സന്തോഷപൂർവ്വം നൽകിക്കൊണ്ട് രണ്ടുപേരെയും ഒരിക്കൽ കൂടി സ്നേഹത്തോടു കൂടി ക്ഷണിക്കുന്നു. എല്ലാവർക്കും അസ്സലാം വലൈക്കും, നമസ്കാരം. ഒരുപാട് സന്തോഷം ഈ ഒരു വേദിയിൽ നിൽക്കുമ്പോൾ. ഞങ്ങൾ രണ്ടാളും കുറച്ച് പോപ്പുലറായിട്ടുള്ള നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന കുറച്ച് നല്ല മാപ്പിളപ്പാട്ടുകളാണ് പാടുന്നത്. ഇതിൽ ഷഹജ പാടി ഒരുപാട് ആളുകൾ കണ്ട് സ്വീകരിച്ച പാട്ടുകളും ഉണ്ട്. അപ്പോൾ ആദ്യം തന്നെ പാടുന്നത് ഒരു പ്രണയ ഗാനമാണ്. മാപ്പിളപ്പാട്ട് തന്നെ പ്രണയഗാനം എന്ന് പറയുമ്പോൾ നമുക്ക് ഹുസ്നുൽ ജമാലിനെയും ബദറുൽ മുനീറിനെയും ആദ്യം ഓർമ്മ വരുന്നത് ഇവരെയാണ്. PT അബ്ദുറഹ്മാൻ സാഹിബ് എഴുതി പിയൂർക്ക പാടിയിട്ടുള്ള വളരെ മനോഹരമായിട്ടുള്ള ഒരു ഹുസ്നുൽ ജമാലിൻ്റെയും ബദറുൽ മുനീറിൻ്റെയും പ്രണയം വളരെ ഭംഗിയായിട്ട് എഴുതിയിട്ടുള്ള ഒരു ഗാനമാണ്. എല്ലാവർക്കും അറിയുന്ന പാട്ടാണ്. അറിയുന്ന പാട്ടാണെങ്കിൽ എല്ലാവരും കൂടെ പാടുക. നമുക്ക് ആ ഗാനത്തിൽ നിന്ന് തുടങ്ങാം. മണിവൈരം മാണിക്യം മരതകവും നാണിക്യം മതിയഴകായി മേവുന്നു മതിമുകിയാളെ അവളുടെ മധുരിതമാം പേരല്ലോ ഹുസ്നുൽ ജമാല്. പാട്ട് ഇതൊന്ന് മനസ്സിലായി എല്ലാവർക്കും? നമുക്ക് ഒരുമിച്ച് പാടാം. മഹിൽ മഹാസീനിന്ന് മഹിമയിടും സുൽത്താന് മലർമഴവില്ലായിട്ടുണ്ടൊരു കനിമോള് അവളുടെ മധുവൊഴുകും പേരാണ് ഹുസ്നുൽ ജമാല്. മഹിൽ മഹാസീനിന്ന് മഹിമയിടും സുൽത്താന് മലർമഴവില്ലായിട്ടുണ്ടൊരു കനിമോള് അവളുടെ മധുവൊഴുകും പേരാണ് ഹുസ്നുൽ ജമാല്. ഹുസ്നുൽ ജമാൽ പൂവിന് കസവൊളിയും പെണ്ണിന് കിസ പറയാൻ കൂട്ടിനൊരു തെളിഞ്ഞോറ് കഥയിതിൽ ഇസ്മുറയാനാത്തോഴൻ ബദറുൽ മുനീറ്. ഹുസ്നുൽ ജമാൽ പൂവിന് കസവൊളിയും പെണ്ണിന് കിസ പറയാൻ കൂട്ടിനൊരു തെളിഞ്ഞോറ് കഥയിതിൽ ഇസ്മുറയാനാത്തോഴൻ ബദറുൽ മുനീറ്. മഹിൽ മഹാസീനിന്ന് മഹിമയിടും സുൽത്താന് മലർമഴവില്ലായിട്ടുണ്ടൊരു കനിമോള് അവളുടെ മധുവൊഴുകും പേരാണ് ഹുസ്നുൽ ജമാല്. നമ്മുടെ ഫാസി രണ്ട് വാക്കൊക്കെ നിങ്ങളോട് സംസാരിച്ചു.
നമ്മുടെ ചെമ്മാട്ടിൽ വന്നിട്ട് ഇത്രയും പേരുടെ മുന്നിൽ നമ്മൾ 2 വാക്ക് സംസാരിക്കാതെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റില്ല. എല്ലാവർക്കും നമസ്കാരം ആൻഡ് അസ്സലാമു അലൈക്കും. എൻ്റെ മുത്തായ രഹനത്തുണ്ട് എൻ്റെ മുന്നിൽ. എല്ലാവരും നമ്മുടെ മുത്ത് തന്നെയാണ്. അതോടൊപ്പം തന്നെ വലിയ സന്തോഷമുണ്ട് ഈ ഒരു വേദിയിൽ നിങ്ങളോടൊപ്പം ഇങ്ങനെ നിൽക്കാൻ സാധിക്കുന്നത്. നമ്മുടെ മിലേനിയത്തിൻ്റെ രാജാവ് ബോസായ സജിയേട്ടനുണ്ട്, അതുപോലെ തന്നെ ബാബുക്കയുണ്ട്, നമുക്ക് വേണ്ടപ്പെട്ടവരെല്ലാവരും ഉണ്ട്. അപ്പോൾ ഞാനിവിടെ പാടുന്നത് ഈയിടെ എൻ്റെ ഒരു തിരിച്ചുവരവ്, ഒരു 5 വർഷത്തിന് ശേഷമുള്ള എൻ്റെ തിരിച്ചുവരവ്, ചെമ്പകപ്പൂ എന്ന സോങ് നമ്മുടെ എരഞ്ഞോളി മൂസൊക്കെ പാടി ഹിറ്റാക്കിയ സോങ്ങാണ്. ആ ഒരു സോങ്ങിൻ്റെ കുറഞ്ഞ വരികൾ നമുക്കിതിലൂടെ കേൾക്കാം. പഴയ വേഷം നമ്മൾ നേരത്തെ കേട്ടു അല്ലേ? കേട്ടില്ലേ നമ്മൾ നേരത്തെ? നീ എന്തോന്നും പറയാത്ത? നബിയുള്ള മുന്നോട്ടോടുക കരളുരുകി ബീവി സുലൈഖ അപ്പോൾ അടുത്ത പാട്ട്, ഈ പാട്ട് കുറേ പ്രത്യേകതകളുണ്ട്. ഈ പാട്ട് എഴുതിയ ആളുടെ മുന്നിൽ നിന്നാണ് ഞാൻ ഈ പാട്ട് പാടാൻ പോകുന്നത്. ബാപ്പുക്ക എഴുതിയിട്ടുള്ള വളരെ മനോഹരമായിട്ടുള്ള പാട്ടാണ്. ഈ പാട്ടിൻ്റെ വേറൊരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നേരത്തെ സുമി പറഞ്ഞതുപോലെ റിയാലിറ്റി ഷോയിലൂടെയാണ് ഞാനെന്നൊരു ഗായികയെ നിങ്ങളെല്ലാവരും അറിഞ്ഞത്. ആ ഒരു ഗായികയെ അറിയാൻ കാരണക്കാരനായിട്ടുള്ള ഒരാളുണ്ട്. നമ്മുടെ കുട്ടിക്കുപ്പായത്തിൻ്റെ ഡയറക്ടർ തന്നെ ജ്യോതി സാറാണ്. ജ്യോതി സാറ് ചെയ്തിട്ടുള്ള ആദ്യത്തെ റിയാലിറ്റി ഷോയിലൂടെയാണ് ഞാൻ ശരിക്കും ഒരു ഗായികയായിട്ടൊരു മാപ്പിളപ്പാട്ട് ഗായികയായിട്ട് നിങ്ങൾക്ക് മുന്നിലെല്ലാം എത്തിയത്. അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് കൊണ്ടിട്ടാണ് ഈ ഒരു വേദിയിൽ എത്താനുള്ള കാരണം. അപ്പോൾ ഞാൻ ആദ്യമായിട്ട് ചാനലിൽ റിയാലിറ്റി ഷോയിൽ പാടിയ പാട്ടാണ്. അത് എഴുതിയിരിക്കുന്നത് വെള്ളിപ്പറം ബാപ്പുക്കയാണ് എഴുതിയിട്ടുള്ളത്. പാടിയിരിക്കുന്നത് ഫസീലത്തെയാണ്. പണ്ട് പണ്ട് പായക്കപ്പൽ എന്ന് പറയുന്ന പാട്ടാണ്. പണ്ട്
ഇനി നെക്സ്റ്റ് നമ്മുടെ ആരാരും മനസ്സിൽ സോങ്ങാണ്. നമ്മുടെ SMS സിദ്ദീഖയും നമ്മുടെ ജ്യോതി സാറും 14-ാം രാവിൻ്റെ നമ്മുടെ ജ്യോതി സാറും കൂടെ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ ഒരു പാട്ട് പാടണമെന്ന്. ഞാൻ പറഞ്ഞു ഇതിനു മുമ്പ് ഞാൻ ചെമ്മാട് വന്നിട്ടുണ്ട്, അപ്പോൾ നമ്മുടെ ചെമ്മാടുള്ളവരൊക്കെ കേട്ടിട്ടുണ്ടാവും ഈ ഒരു സോങ്. ചെമ്മാടുകാരെ കേട്ടിട്ടുണ്ടെങ്കിലും നീ ഒരു വേദിയിൽ വരുമ്പോൾ ഇങ്ങനെയാണ്, ഇവള് ഗോളടിക്കും, ഇതിലിടയ്ക്ക് കയറി ഇവള് ഗോളടിക്കും. അതിന് പറ. അതെ, എന്തായാലും ഷഹജ എന്ന് പറയുന്ന ആള് വേദിയിൽ നിൽക്കുമ്പോൾ എന്തായാലും നമ്മളെ എത്ര പാട്ട് ആരും മനസ്സിൽ കേട്ടിട്ടുള്ള ആളുകളാണെങ്കിലും പറഞ്ഞു എല്ലാവരുടെയും മനസ്സിൽ ഷഹജ അത് പാടണം എന്നൊരു ആഗ്രഹം ഉണ്ടാവും എന്തായാലും. അപ്പൊ ഷഹജ ആ പാട്ട് നമ്മളുടെ ഞാൻ ഫാസിയുടെ റിക്വസ്റ്റ് പ്രകാരം ഞാനത് പാടുന്നു. ഉഷാറായി കൈയടിക്കാട്ടോ. ഈ ഒരു പാട്ടിനെ ഈ ഇരുത്തൊന്നും ഇനി നമുക്ക് താളം ജസ്റ്റ് ഒന്ന് ചേഞ്ച് ആക്കാം. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ബദറുൽ മുനീറിൻ്റെ ഹുസനുൽ ജമാലിൻ്റെയും പ്രണയകാവ്യം തന്നെയാണ് മോൻകുട്ടി വൈദ്യർ എഴുതിയിട്ടുള്ള പഴയൊരു ട്രഡീഷണൽ സോങ്ങിൻ്റെ കുറച്ച് ഭാഗം. നമുക്ക് രണ്ടുപേർക്കും കൂടെ ഒരു പാട്ട് പാടാം.
നമ്മൾ ഏറെ കേട്ട് അല്ലെങ്കിൽ ഒരുപാട് കേൾക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരു പാട്ട്. ഈയിടെ അൺപ്ലഗൊക്കെ ചെയ്ത് നമ്മൾ ഏറെ കേട്ടൊരു സോങ്ങാണ് ഉണ്ടു സഖി ഒരു കുലമുന്തിരി. ആ ഒരു പാട്ട് പാടട്ടെ? എന്താ ഒരു എനർജി ഇല്ലാത്ത ഒരു കയ്യടി തരാമോ? അപ്പോൾ നമുക്ക് രണ്ടുപേർക്കും കൂടെ അങ്ങനെ പാടാം കേട്ടോ, അല്ലേ? അപ്പോൾ ഞങ്ങളുടെ സെക്ഷനിൽ ലാസ്റ്റ് സോങ്ങിലേക്ക് കിടക്കുകയാണ്. അതിനുശേഷം ഷഹജൻ്റെ വേറൊരു അടിപൊളി പാട്ടോടെ ഉണ്ട് കേട്ടോ. ഇതും ഒരു ട്രഡീഷണൽ സോങ്ങാണ്. നമ്മളെല്ലാം പ്രിയപ്പെട്ട ദാസേട്ടൻ പാടി ഹിറ്റാക്കിയിട്ടുള്ള ഒരു പഴയ ഒരു മാപ്പിളപ്പാട്ടാണ്. മദീന തണവാ ആരേതു മിത്തിടുക
ഇനി നമ്മുടെ ലാസ്റ്റ് സോങ്ങാണ് ദാസേട്ടൻ പാടി ഏറെ ഹിറ്റാക്കിയ നമ്മൾ കുറച്ച് നേരത്തെ കേട്ടിട്ടുണ്ട് ആ പാട്ട്. അപ്പോൾ ആ ഒരു പാട്ട് ഒന്നുകൂടെ പാടുകയാണ്. കുറച്ച് ഫാസ്റ്റാക്കിയിട്ട് നമുക്ക് പാടാം. സംഗൃത പൊമഗരി പഠിക്കൂടെ? കൂടെ പാടാവോ? കേൾക്കുന്നില്ല. കൂടെ പാടാവോ? Thank you.